വൈദ്യനാഥ ഭാവത്തിൽ വിരാജിക്കുന്ന സാക്ഷാൽ ശ്രീ മഹാദേവന്റെ ഈ ക്ഷേത്ര സമുച്ചയത്തിൽ പ്രധാന പ്രതിഷ്ഠകളടക്കം 10 ദേവതാ സാന്നിധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാവാം വേമ്പത്ത് എന്ന പേർ ലഭിച്ചത്. ഓം നമ ശിവായ. ഇത് പെരുവമ്പ് ദേശത്തിലെ 101 കുളം 101 അമ്പലം എന്ന് പറഞ്ഞതിൽ ഒരുപ്പെട്ട ഒരു അമ്പലമാണ്. ഇതിൻ്റെ 2 സൈഡിലും കുളങ്ങളുണ്ട്. ഇത് ഏകദേശം 400 വർഷം പഴയതുണ്ടെന്നാണ് ഈ വട്ടെഴുത്ത്, ഒരു കല്ലിൽ വട്ടെഴുത്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയത് പ്രകാരം അന്നത്തെ ഇത് പാണ്ഡ്യരാജാവ് കുറച്ച് സ്വർണവും ഈ സ്ഥലവും കൂടെ ഇവിടുത്തെ നാടുവാഴികളെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ അതിന് ശേഷം അത് ശരിക്കും കൊണ്ടു നടത്താൻ പറ്റാതെ ഈ സ്ഥിതിയിലായതാണ്. പിന്നെ ഇപ്പോൾ ഇത് തൽക്കാലം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ്. പക്ഷെ അവരൊന്നും സഹായിക്കുന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ തന്നെ ഈ തറവാട്ടുകാർ തന്നെ എല്ലാം ചെയ്യണം. ഇപ്പോഴും നാട്ടുകാരുടെ സഹായം കൊണ്ട് കാര്യമായിട്ട് പൂജയൊന്നും നടക്കുന്നില്ല. ഒരു നേരത്തെ പൂജ നടക്കുന്നുണ്ട്. കഴിയുന്നത് ഞങ്ങളോട് പറ്റുന്ന വിധത്തിൽ ഞങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മാസത്തിലൊരു ദിവസം രുദ്രാഭിഷേകം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുവിധം കൊണ്ടു നടക്കുന്നു. ഏകദേശം 400 വർഷം പഴയതാണെന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു ക്ഷേത്രം ഈ പെരുവമ്പ് വംശത്ത് കുറവാണ്. ഇതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ വിസ്താരം ഇത് ഏകദേശം 2.25 ഏക്കർ സ്ഥലമാണ്. ഫുൾ കാടാണ്. പിന്നെ 10 അമ്പലമുള്ളതുകൊണ്ട് വേമ്പത്ത് എന്നാണ് പറയുക. ശിവനും പ്ലസ് ഉപദൈവങ്ങൾ 9 ദൈവങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാം ഞങ്ങൾ വിദഗ്ധന്മാരെ കൊണ്ട് നോക്കിയപ്പോൾ പല സ്ഥലത്തും അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. 10 അമ്പലം ഉണ്ടായിരുന്നു തന്നെയാണ് അവരും പറയുന്നത്. അങ്ങനെ ഒരു വിധം കൊണ്ട് നടക്കുന്നു. കാര്യമായിട്ടൊന്നും നിറയെ കൃഷി ഉണ്ടായിരുന്നു. ആ കൃഷിയെല്ലാം പിന്നെ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം കുടിയാന്മാർക്ക് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ തീരെ വരുമാനം വളരെ മോശമാണ്. പിന്നെ ഈ കുടുംബക്കാരെ കൊണ്ട് നടത്തുമെന്ന് മാത്രം അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ടിപ്പു സുൽത്താൻ്റെ പടയോട്ടത്തിൽ നശിച്ചതാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 4 ശതാബ്ദങ്ങൾക്ക് മുൻപ് പരിപാവനമായി കരുതി പരിശുദ്ധിയോടും പവിത്രതയോടും പരിപാലിച്ചു വന്നിരുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തികച്ചും പരിതാപകരമാണ്.
നമ്മൾ മേൽശാന്തിയാണ്, വേമ്പത്ത് മേൽശാന്തിയാണ്. ഇവിടെ മാസമായിട്ട് പ്രത്യേകമായിട്ട് രണ്ടാമത് ഞായറാഴ്ച, എല്ലാ രണ്ടാമത് ഞായറാഴ്ചയും ഇവിടെ അഭിഷേക കാര്യാദികളും പിന്നെ എന്തെങ്കിലും വഴിപാട് വന്നാൽ നടത്തും. പിന്നെ വിനായക ചതുർത്ഥി, പിന്നെ ശിവരാത്രിക്ക് നമ്മൾ രുദ്രാഭിഷേകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സ്പെഷ്യലായിട്ട് ആരെങ്കിലും വഴിപാട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്.